നമസ്കാരം. വടക്കുംനാഥന്റെ മണ്ണിൽ കേരളത്തിന്റെ സാംസ്കാരിക നഗരിയുടെ ജനാധിപത്യ ഭൂമികയിൽ അടുത്ത കേരള നിയമസഭയിലേക്ക് ആര് കടന്നു വരും എന്ന പ്രധാന ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അധികാരത്തിൽ വരും എന്ന് സാധാരണ ജനങ്ങൾ കരുതിപ്പോരുന്ന UDF-ന് അത് സത്യമാക്കി മാറ്റാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പോരാട്ടം നടത്തേണ്ടുന്ന 2 ജില്ലകളിൽ ഒന്ന് തന്നെയാണ് തൃശൂർ. അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് UDF-നെ സംബന്ധിച്ച് തൃശൂർ നിയമസഭാ നിയോജക മണ്ഡലം. പക്ഷേ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയം തൃശൂരിന് അത്ര ഗുണകരമല്ല. ആ ഒരു അന്തരീക്ഷത്തിലാണ് തൃശൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. കേരളത്തിൽ നിന്ന് BJP-യെ സംബന്ധിച്ച് ഒരു MPയെ ജയിപ്പിക്കാൻ കഴിഞ്ഞ പാർലമെന്റ് മണ്ഡലമാണ് തൃശൂർ. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് BJP വിജയിച്ചു എന്നുള്ളതാണ് സത്യം. അവിടെ ആ മണ്ഡലത്തിന്റെ ഹൃദയമായി നിൽക്കുന്ന നിയമസഭാ നിയോജക മണ്ഡലമാണ് തൃശൂർ. ഏകദേശം 41ഓളം കോർപ്പറേഷൻ വാർഡുകൾ ചേർന്നതാണ് തൃശൂർ മണ്ഡലം. 25 വർഷക്കാലം തിരുവായ്ക്കെതിർവായില്ലാതെ കോൺഗ്രസിന്റെ തേറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ച് നിയമസഭയിലെത്തിയ മണ്ഡലമാണ് തൃശൂർ. നായർ സമുദായ പാർട്ടിയായ NDP-യിലൂടെ കളം പിടിച്ച തേറമ്പിൽ പിന്നീട് നിരവധി തവണ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു. 1957 നിലവിൽ വന്ന ഈ മണ്ഡലത്തിലെ ആദ്യത്തെ ജനപ്രതിനിധി AR മേനോനായിരുന്നു. ആദ്യ EMS മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഈ ഡോക്ടർ. അതേ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ പിന്നീട് ഒരിക്കൽ ഈ മണ്ഡലത്തിൽ മത്സരിച്ചു, സ്വതന്ത്രനായി വിജയിച്ചു. ഒരു കാലം മുഴുവൻ കരുണാകരന്റെ തട്ടകമായിരുന്നു ഈ ജില്ല. ഈ ജില്ലയിലെ ഈ മണ്ഡലത്തിലാണ് കരുണാകരന്റെ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ കരുണാകരൻ അന്തി ഉറങ്ങുന്ന ഈ മണ്ണിൽ അദ്ദേഹത്തിന്റെ പ്രിയപുത്രി പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേവലം 946 വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത്. പാർട്ടിക്കകത്തും വലിയ കലാപങ്ങൾ ഈ പരാജയത്തെ തുടർന്ന് ഉണ്ടായെങ്കിലും പത്മജ പിന്നീട് BJP-യിലേക്ക് കൂടുമാറി. LDF-ലെ P ബാലചന്ദ്രൻ 44,263 വോട്ടുകൾ നേടിയപ്പോൾ UDF 43,317 വോട്ടുകൾ സ്വന്തമാക്കി. സുരേഷ് ഗോപി 40,457 വോട്ടുകൾ നേടി തൊട്ട് പിറകിൽ തന്നെ എത്തി. നോട്ട ഏറ്റവും വലിയ വോട്ട് നേടിയ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ. ഓർക്കേണ്ടത്, വർഷങ്ങൾക്കുള്ളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ എന്ത് നടന്നു എന്നുള്ളതാണ്. തൃശൂർ ജില്ലയിൽ ആകെ മതപരമായ വോട്ടുകൾ പരിശോധിച്ചാൽ ആ കണക്കുകൾ ഇങ്ങനെ പറയുന്നു. അതായത് ഹിന്ദു 58%, ക്രിസ്ത്യൻ 24%, മുസ്ലിം 17%. എന്നാൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഈ കണക്കുകൾ വ്യത്യസ്തമാണ്. ഹിന്ദു 54%, ക്രിസ്ത്യൻ 40%, മുസ്ലിം 5.50%. അതായത് ക്രൈസ്തവ വോട്ടുകൾ ഈ മണ്ഡലത്തിൽ ക്രമാതീതമായി കൂടുകയും മുസ്ലിം വോട്ടുകൾ 17% എന്ന ജില്ലാ ശരാശരിയിൽ നിന്ന് 5.5% എന്ന രീതിയിലേക്ക് കുറയുകയും ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ്. അതായത് കേരളത്തിൽ മുസ്ലിം വോട്ടുകൾ ഏറ്റവും കുറവുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടുതലുള്ള ഈ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് 2 തെരഞ്ഞെടുപ്പുകളിലും വോട്ടിൽ ഗണ്യമായ വർധനയുണ്ടായി. നിയമസഭയിൽ 40,000 വോട്ട് നേടിയ സുരേഷ് ഗോപിക്ക് ലോക്സഭയിൽ മത്സരിക്കുമ്പോഴേക്കും അത് 55,000 ഉയർത്താൻ സാധിച്ചു. അതായത് ഈ കൊച്ചു മണ്ഡലത്തിൽ നിന്നും 3 വർഷം കൊണ്ട് BJP ഉയർത്തിയത് 15,000 വോട്ടുകളാണ്. ഈ വോട്ടുകൾ ആരുടെ കക്ഷത്തിൽ നിന്നാണ് പോയത് എന്ന ചോദ്യത്തിന് 2 മുന്നണികളും തലകുനിച്ച് ഒരുപോലെ ഉത്തരം പറയേണ്ടി വരും. 11,000 വോട്ടുകൾ നിയമസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുമ്പോഴേക്കും LDF-ന് കുറഞ്ഞു. പത്മജയിൽ നിന്ന് മുരളിയിലേക്ക് എത്തുമ്പോഴേക്കും 3,500 വോട്ടുകൾ കുറഞ്ഞു. അതായത് BJP-ക്ക് വർദ്ധിച്ച 15,000 വോട്ടുകൾ 2 മുന്നണിയിൽ നിന്നും കൃത്യമായി നഷ്ടപ്പെട്ടതായ കണക്കുകൾ നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ BJP പ്രീണനം കാണിച്ചത് സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണെന്നും ചുരുക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ തൃശൂർ എന്ന മണ്ഡലത്തെ പഠിക്കാനും കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്താനും കോൺഗ്രസിന് സാധിക്കാതെ പോയാൽ തൽസ്ഥിതി തുടരും.
BJP അവർക്കുള്ള പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായി തന്നെയാണ് തൃശ്ശൂരിനെ ഇപ്പോഴും കാണുന്നത്. ഇവിടത്തെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രയാസമായിരിക്കും എന്ന് പൊതുവിൽ പറയുന്നു. ഇപ്പോൾ BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് തൃശൂർ സീറ്റ് നൽകണമെന്ന ഒരു വാദം ഉയർന്നു കേൾക്കുന്നു. അദ്ദേഹത്തോട് തൃശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞതായ വാർത്തകളും പുറത്തു വരുന്നു. പക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പ് രീതിയും സ്ഥാനാർത്ഥി നിർണയ രീതിയും കൃത്യമായി അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അത് അത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ നേരത്തെ ഒരാളുടെ പേര് പുറത്തു വരുന്നു എങ്കിൽ അത് സത്യത്തിൽ സന്ദീപ് വാര്യർക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ടീമിന്റെ ആശയമായിരിക്കാനും ഇടയുണ്ട്. സന്ദീപ് മത്സരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അത് BJPയുടെ കരുത്തു കൂട്ടാൻ ഇടയാക്കുന്ന ഒരു കാരണം അത്രമേൽ ശത്രുതയോടുകൂടിയാണ് അദ്ദേഹത്തെ BJPയും CPM-ഉം കാണുന്നത്. അദ്ദേഹത്തിന് മുസ്ലിം പിന്തുണ കൂടുതലുള്ള ഒരു സീറ്റ് നൽകുന്നതായിരിക്കും വോട്ടുകളുടെ ഏകീകരണത്തിന് ഗുണകരമാവുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആകെ പരിശോധിച്ചാൽ സന്ദീപ് വാര്യർക്ക് അത്രയും വലിയ പിന്തുണയാണ് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വിദേശ യാത്രകളിൽ സ്ഥിരമായ ഒരു സാന്നിധ്യമായി മാറിയിരിക്കുന്നത്. ഏതായാലും സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള പുത്തൻ തന്ത്രങ്ങൾ പാർട്ടി തന്നെ ആവിഷ്കരിക്കണം. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജില്ലാ പ്രസിഡന്റിനെ കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ തൃശൂർ ജില്ലയിൽ നിലനിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സന്ദീപിന് കാണുന്ന പിന്തുണ തൃശൂരിൽ വർക്കൗട്ട് ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ അവിടെ അദ്ദേഹത്തിന് സത്യത്തിൽ വിജയ സാധ്യത കൂടുതലായിരിക്കും. തൃശൂരിന് പറ്റിയ ഒരു മുഖം സത്യത്തിൽ VT ബൽറാമാണ്. തൃത്താലയിൽ മത്സരിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാർ വേറെയും ധാരാളമുണ്ട്. അവിടെ നിന്ന് ഒരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ തൃശൂരിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലാതെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഐക്യജനാധിപത്യ മുന്നണിക്കും സാധിക്കുക തന്നെ ചെയ്യും. പടലപ്പിണക്കത്തിനിടയിൽ ജില്ലയിൽ നിന്നുള്ള ഒരു പേരിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അപകടകരമായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. തൃശൂർ ഒന്നടങ്കം സ്വീകരിക്കാനും ജയിപ്പിക്കാനും നിഷ്പക്ഷ വോട്ടുകൾ ക്രോഡീകരിക്കാനും പാർട്ടിക്കകത്ത് ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്താനും കഴിയുന്ന ഒറ്റ പേര് മാത്രമേ ഇപ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് ഉയർന്നു വരുന്നുള്ളൂ. അത് VM സുധീരൻ്റെതാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ഇപ്പോൾ മാറി നിൽക്കുകയാണ്. സത്യത്തിൽ ആ തീരുമാനത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അലയൊലികൾ തൃശൂർ ജില്ലയിൽ ആകെയും കേരളത്തിൽ ഉടനീളവും ഉണ്ടാകും. പുതിയ മാധ്യമ സംസ്കാരത്തിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള പഴയകാല നേതാക്കന്മാർക്കെതിരെ നിരവധിയായിട്ടുള്ള കമന്റുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു കാലം മുഴുവൻ ആദർശ വിശുദ്ധിയോടെ കേരള രാഷ്ട്രീയത്തെ നെഞ്ചകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇത്തരം നേതാക്കന്മാരുടെ മാർക്കറ്റ് ഒട്ടും ഇടിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് മണലൂരു പോലുള്ള മണ്ഡലങ്ങളിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ള ശ്രീ VM സുധീരന് ഒരിക്കലും തൃശൂർ ഒരു ബാലികേറ മലയായിരിക്കില്ല. പക്ഷേ അതൊരു വിദൂര സാധ്യത മാത്രമാണ്. കേരളത്തിൽ വളരെ ജാഗ്രതയോടെ നേതാക്കൾ ഒറ്റക്കെട്ടായി ചിന്തിച്ച് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കേണ്ട ഒരു മണ്ഡലം തന്നെയാണ് തൃശൂർ. അതുവഴി ഭരണത്തിലെത്താൻ കൂടെ നിൽക്കേണ്ട ഒരു ജില്ലയെ തന്നെ മാറ്റിമറിക്കാൻ അവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ BJP അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമായി ഇത് മാറുകയും ചെയ്യും. കാരണം തൃശ്ശൂരിനെന്നും ഒരു ചാഞ്ചാട്ട മാനസികാവസ്ഥയുള്ള നാടാണ്. പൂരം കലക്കിയവർക്കും എന്തും കലക്കിയെടുക്കാൻ മടിയുണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ K സുധാകരൻ ഒരുപക്ഷെ നിയമസഭയിലേക്ക് മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. 2 വട്ടം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണൂരിൽ വന്ന് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ വക്താവ് മാത്രമാണെന്നും KPCCയുടെ പ്രസിഡന്റായി കേരളത്തിന്റെ ഒരു മൊത്തം വകഭേദമായി അദ്ദേഹം മാറുന്നില്ല എന്നുള്ളതൊക്കെ വലിയ പരാതിയാണ്. ശ്രീ K സുധാകരനോട് വലിയ ആത്മബന്ധം പുലർത്തുന്ന, അദ്ദേഹത്തെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന, അദ്ദേഹത്തിന്റെ ആവേശമുഖരിതമായ പ്രസംഗങ്ങളോട് വലിയ സാമീപ്യം കാണിക്കുന്ന അപൂർവം ജില്ലകളിൽ ഒരു ജില്ലയാണ് തൃശൂർ. തീർച്ചയായും ശ്രീ K സുധാകരൻ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ മത്സരിക്കാൻ ഈ മധ്യ തിരുവിതാംകൂറിലോ മലബാറിന്റെ അറ്റത്തോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനും അതുവഴി മധ്യ കേരളത്തിൽ ഒരു പ്രകമ്പനം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന മണ്ഡലമാണ് തൃശൂർ. ശ്രീ K സുധാകരനോട് തീർച്ചയായും ഈ കാര്യത്തിൽ തൃശ്ശൂരിനും
കേരളത്തിലെ UDF-നും വലിയ കടപ്പാടുണ്ടാകും. അതുകൂടാതെ മറ്റൊരു പേര് സത്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ചെറുപ്പക്കാരന്റെ പേരാണ്. ഇപ്പോ തൃപ്പൂണിത്തറയിൽ കണ്ണും നട്ടു നിൽക്കുന്ന ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന്റെ മുഖമായ ശ്രീ രാജു പി നായർ. അദ്ദേഹത്തിന് വേണമെങ്കിൽ തൃശ്ശൂരിലേക്ക് ഇപ്പോഴേ പരിഗണിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. കാരണം തേറമ്പലിന്റെ പിൻഗാമിയായി തൃശ്ശൂരിനെ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ രാജുവിനും സാധിക്കും. ഏതായാലും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ഒരു സമയമല്ല. ഇത്തരം ചില സ്പാർക്കുകൾ യഥാർത്ഥത്തിൽ UDF പ്രവർത്തകന്മാരുടെ മനസ്സിലുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ചില കണക്കുകൾ എല്ലാവരുടെ മനസ്സിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും തൃശ്ശൂർ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന അപൂർവം മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്.